ഹലോ എവ്രി വൺ. ഇന്ന് രാവിലെ പൂരി മസാലയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മസാല ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. പൂരിക്ക് ഇതാ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. മാവ് കുഴച്ച് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ പൂരി മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ മസാല ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി അരിഞ്ഞതും കരിവേപ്പിലയും. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എരിവ് പച്ചമുളക് മാത്രമാണല്ലോ. അപ്പോൾ നന്നായി വഴന്ന ശേഷം ഒരു ചെറിയ ക്യാരറ്റാണ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഓറഞ്ച് കളർ ഉണ്ടാകും. ഇതിപ്പോൾ 4 പൊട്ടേറ്റോ ഞാൻ പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുത്ത ശേഷമാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഇപ്പോൾ ദാ ഒരു 1 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറും. മഞ്ഞൾപ്പൊടി ധാരാളം വേണ്ട, കുറച്ച് മതി. എന്താണെന്ന് വെച്ചാൽ ഒരു ഇളം മഞ്ഞ കളറാകുമ്പോൾ കാണാനും നല്ല ചന്തവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതാ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു പച്ചമുണക്ക് പോയി കിട്ടണമല്ലോ. അപ്പോൾ ഒരു 4 to 5 മിനിറ്റ്സ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഒരു 2 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലംസ് ഒന്നും ഇല്ലാതെ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതൊരു തിക്കനിങ് ഏജൻറ്റാണ്. നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും തരും ഇത് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നും കൂടെ പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ തിക്കാവുമല്ലോ. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കൂട്ടാൻ ഒന്നും കൂടെ കുറുകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് തിളച്ചാൽ മതി. ഫൈനലി ഇതാ കൊറിയാൻഡർ ലീവ്സും ഇട്ടു. അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഒരു പൊട്ടേറ്റോ മസാലയാണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പൂരിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ പൂരി ആസ് യൂഷ്വൽ നമുക്കറിയാമല്ലോ, പൂരി ഉണ്ടാക്കി തുടങ്ങാം. മാവ് അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നല്ലോ. ഇനിയിപ്പോൾ പരത്തി നമുക്ക് പൂരി ഉണ്ടാക്കാം. നല്ല പോലെ അങ്ങോട്ട് കൊമളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി പൂരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടേറ്റോ കറിയും അതിൻ്റെ കൂടെ പൂരിയും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൊട്ടേറ്റോ മസാല ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഒരു ചേഞ്ചുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.